കാസർഗോഡ് നഗരസഭാ പരിധിയിൽപ്പെട്ട നുള്ളിപ്പാടിയിൽ വാഹനങ്ങൾക്ക് സർവീസ് റോഡിൽ നിന്നും ദേശീയപാതയിലേക്ക് പ്രവേശിക്കുവാൻ പുതുതായി എൻട്രി പോയിന്റ് അനുവദിച്ചു. നുള്ളിപ്പാടിയിൽ അണ്ടർപാസ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരടക്കം സമരം നടത്തിയിരുന്നു. എന്നാൽ അനുകൂല തീരുമാനം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എൻട്രി പോയിന്റ് അനുവദിച്ചത് ഡ്രൈവർമാർക്കുൾപ്പെടെ ആശ്വാസകരമാണ്. തെളിനീരിനൊത്ത പരിശുദ്ധി, അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു. ബിന്ദു ജുവല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. ബിന്ദു ജുവല്ലറി, കാസർഗോഡ്, സുള്ളിയ. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ നേതൃത്വത്തിൽ ദേശീയപാത നിർമ്മാണ പരിധിയിലുള്ള നഗരസഭ ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷന്മാരുടെ യോഗം ചേർന്നിരുന്നു. കലക്ട്രേറ്റിൽ ചേർന്ന യോഗത്തിൽ ദേശീയപാതയിൽ തലപ്പാടി മുതൽ കാലിക്കടവ് വരെ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ യോഗത്തിൽ ഉന്നയിച്ചു. കാസർഗോഡ് നഗരസഭയിൽ നുള്ളിപ്പാടിയിൽ വാഹനങ്ങൾക്ക് സർവീസ് റോഡിൽ നിന്ന് ദേശീയപാതയിലേക്ക് പ്രവേശിക്കാൻ സംവിധാനമൊരുക്കണമെന്ന് കാസർഗോഡ് നഗരസഭ വൈസ് ചെയർപേഴ്സൺ ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യത്തിൽ അടിയന്തരമായി പരിശോധന നടത്തി ഗതാഗതം സുഗമമാക്കാൻ അധികമായി എൻട്രി പോയിന്റ് കൊടുക്കുന്നതിന് നടപടിയെടുക്കാൻ ജില്ലാ കളക്ടർ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. മോട്ടോർ വാഹന വകുപ്പും പോലീസും ദേശീയപാത അതോറിറ്റിയും സംയുക്ത പരിശോധന നടത്താനും യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. തുടർന്ന് ഉദ്യോഗസ്ഥർ നുള്ളിപ്പാടിയിലെത്തുകയും പരിശോധന നടത്തുകയും എൻട്രി പോയിന്റ് നിശ്ചയിക്കുകയും ചെയ്തു. പരിശോധന സംബന്ധിച്ച റിപ്പോർട്ട് RTO ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കും. ഇതിനുശേഷം എൻട്രി പോയിന്റിനായുള്ള പ്രവൃത്തികൾ ആരംഭിക്കുകയും ചെയ്യും. കാലവർഷം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ ഉടൻ തന്നെ പ്രവൃത്തി പൂർത്തീകരിച്ച് വാഹനങ്ങൾക്ക് സർവീസ് റോഡിൽ നിന്ന് ദേശീയപാതയിലേക്ക് പ്രവേശിക്കാൻ സൗകര്യമൊരുക്കും. നുള്ളിപ്പാടിയിൽ അണ്ടർപാസ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടടക്കം നാട്ടുകാർ സമരം നടത്തിയിരുന്നു. എന്നാൽ അനുകൂല തീരുമാനം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എൻട്രി പോയിന്റ് അനുവദിച്ചത് ആശ്വാസകരമാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.